Hello everyone. In the previous class, we started with our sigmatropic rearrangement. Okay, and അതിൻ്റെ അകത്ത് നമ്മൾ പലതരം sigmatropic rearrangement കണ്ടു. Okay, 1-3, 1-5 and 3-3 sigmatropic rearrangement. അതല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റ് കണ്ടു. അതായിരുന്നു 2,3 സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, സോ ആ റിയാക്ഷനിലെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ സിഗ്മാട്രോപ്പിക് ആണോ അല്ലയോ എന്ന്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ സിഗ്മാട്രോപ്പിക് റിയാക്ഷൻ എങ്ങനെ അതിൻ്റെ റിയാക്ഷൻ കണ്ടീഷനുമായി എങ്ങനെ ഡിപ്പെൻഡൻ്റ് ആണ്, ആ ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സൈക്ലോ അഡീഷനിൽ പഠിക്കുകയുണ്ടായി എങ്ങനെ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിലും തെർമൽ കണ്ടീഷനിലും ചില റിയാക്ഷൻ വർക്കൗട്ട് ചെയ്യും, ചില റിയാക്ഷൻ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യും, ചില റിയാക്ഷൻസ് തെർമൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ ആ ഒരു റിയാക്ഷൻ കണ്ടീഷൻ എങ്ങനെ ഒരു പെർട്ടിക്കുലർ സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് നമ്മൾ ഫ്രണ്ടിയർ മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ച് മുഖേന ഇന്നത്തെ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ സൈക്ലോ അഡീഷൻ റിയാക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റീരിയോ സെലക്ടിവിറ്റി ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഫോം ആകുമ്പോൾ. പക്ഷേ നമ്മൾ അത്രയും ഡീറ്റെയിൽ നിങ്ങളുടെ ഈ ഒരു സിലബസിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലിൽ ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ സ്റ്റീരിയോ സെലക്റ്റീവ് ആസ്പെക്റ്റും പഠിക്കും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഓൺലി അതിൻ്റെ റിയാക്ഷൻ കണ്ടീഷനിൽ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ സിഗ്മാട്രോപ്പിക് റിയാക്ഷൻ വർക്കൗട്ട് ആകുകയും ഒരു പെർട്ടിക്കുലർ സിഗ്മാട്രോപ്പിക് റിയാക്ഷൻ വർക്കൗട്ട് ആകില്ല, അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളോട് ഒരു 1-3 സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റ് ആണ്. സോ ഇവിടെ നോക്കുമ്പോൾ രണ്ട് എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ആകുന്നത് ഒരു CC ബോണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളിൽ ഒരു ബ്രേക്ക് ആകുന്നത് ഒരു CH ബോണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CC ബ്രേക്കേജ് ആൻഡ് മൈഗ്രേഷൻ, ഓക്കെ, ഇത് തെർമൽ കണ്ടീഷനിൽ പോസിബിൾ ആണ്. ഓക്കെ, പക്ഷേ അതേസമയം ഒരു CH ബോണ്ടിന്റെ ബ്രേക്കേജ് തെർമൽ കണ്ടീഷനിൽ പോസിബിൾ അല്ല, പക്ഷേ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ ഈ 1-3 സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റ് ഈസ് പോസിബിൾ. ഓക്കെ, സോ 1-3 സിഗ്മാട്രോപ്പിക് റീഅറേഞ്ച്മെന്റ് via a breakage of CH sigma bond is not possible. However, 1-3 sigmatropic rearrangement is possible under thermal condition for a CC sigma bond breaking. Okay, so അതാണ് നമ്മൾ എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ തെർമൽ കണ്ടീഷനിൽ പോസിബിൾ അല്ല, അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഏത് പെരിസൈക്ലിക് റിയാക്ഷനും കൺസേർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് നടക്കുന്നത് ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴിയാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഞാനിവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരച്ചിട്ടുണ്ട്. സോ ഈ CH ബോണ്ട്, ഈ ഹൈഡ്രജൻ ആറ്റം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ഈ പെർട്ടിക്കുലർ കാർബൺ ആറ്റത്തിലേക്ക് പോകും. അതാണ് ഈ റിയാക്ഷനിൽ നടക്കുന്നത്. സോ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് വരയ്ക്കുന്നത്. സോ ഈ CH ബോണ്ട്, ഈ അറ്റത്തുള്ള ഈ കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ അതേ സമയത്ത് അത് ഈ കാർബണുമായി എന്തുവാണ് ബോണ്ട് ഫോം ആകുകയാണ്. ഓക്കെ,
അതുപോലെ തന്നെ ഈ പൈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആകുകയും ഈ പൈ ബോണ്ട് ഇവിടെ ഫോം ആകുകയും ചെയ്യുകയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈ റിയാക്ഷനിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരേ സമയത്ത് ഈ ഹൈഡ്രജൻ ആറ്റം ബോണ്ട് ബ്രേക്കും നടക്കുന്നു, ബോണ്ട് ഫോർമേഷനും നടക്കുന്നു. ഓക്കെ, സോ ഒറ്റ സമയത്ത് തന്നെ ഇത് ഈസ് ഇൻവോൾവ് വിത്ത് ദിസ് കാർബൺ ആറ്റം ആസ് വെൽ ആസ് ദിസ് കാർബൺ ആറ്റം. സോ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി FMO അപ്രോച്ച് വെച്ച് നമ്മൾക്ക് ഈ റിയാക്ഷൻ എന്തുകൊണ്ട് ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ നടക്കുന്നു, പക്ഷെ അതേസമയം ഈ റിയാക്ഷൻ തെർമൽ കണ്ടീഷനിൽ പോസിബിൾ അല്ല. ഓക്കെ, ഞാനത് ഇവിടെ എഴുതിയേക്കാം. സോ ഈ റിയാക്ഷൻ നമ്മൾ തെർമൽ കണ്ടീഷനിൽ ചെയ്യുമ്പോൾ ഈ 1,3 സിഗ്മ ട്രോപ്പിക് റീഅറേഞ്ച്മെന്റ് പോസിബിൾ അല്ല. നോട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, ഈസ് നോട്ട് പോസിബിൾ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ FMO അപ്രോച്ച് എന്തു ചെയ്യുന്നു, ഈ പെർട്ടിക്കുലർ റിയാക്ഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അതെന്തോ ചെയ്യുന്നു, ഈ പെർട്ടിക്കുലർ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്നത് ആസ് റിയാക്ഷൻ ബിറ്റ്വീൻ ഒരു അലൈൽ റാഡിക്കലും ഒരു ഹൈഡ്രജൻ ആറ്റം തമ്മിലുള്ള റിയാക്ഷൻ മാതിരിയാണ് അത് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ പെർട്ടിക്കുലർ ബോണ്ട് അഥവാ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹോമോളിറ്റിക് ക്ലീവേജ്. ഹോമോളിറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ ഇതൊരു ഹൈഡ്രജൻ ആറ്റമായി മാറുകയും ഇതൊരു അലൈൽ റാഡിക്കലായി മാറും. സോ FMO അപ്രോച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ റിയാക്ഷനെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റത്തിനെ ഒരു റിയാക്ഷൻ ബിറ്റ്വീൻ അലൈൽ റാഡിക്കലും ഹൈഡ്രജൻ ആറ്റമും തമ്മിലുള്ള റിയാക്ഷൻ വെച്ചാണ് അത് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്തുവാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമോ ഓഫ് ദിസ് അലൈൽ റാഡിക്കൽ ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാണ്, ഹോമോ ഓഫ് ദ അലൈൽ റാഡിക്കൽ. അതിൻ്റെ സിമെട്രി ഓഫ് ദ എൻഡ് ലൂപ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ പോസിബിൾ ആണോ അല്ലയോ എന്ന്. സോ നമ്മൾ അതിലേക്ക് കടക്കാം. സോ ഇവിടെ തെർമൽ കണ്ടീഷനിൽ നമ്മൾ അലൈൽ റാഡിക്കലിൻ്റെ ഹോമോ എന്തുവാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ നമുക്കറിയാം അലൈൽ റാഡിക്കലിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ വരയ്ക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി കമ്പോസ്ഡ് ഓഫ്, ബിക്കോസ് ദർ ആർ ഇവിടെ 3 അൺഹിബ്രിഡൈസ് പി ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് വിൽ ഫോം എത്ര മോളിക്കുലർ ഓർബിറ്റൽ, ഇറ്റ് വിൽ ഫോം 3 മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ, സോ 3 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു പൈ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ. അതിൻ്റെ കൂടെ ഒരു റാഡിക്കലും ഇവിടെ ഉണ്ട്. സോ ടോട്ടൽ 3 ഇലക്ട്രോൺ വരും. സോ 3 ഇലക്ട്രോണിനെ നമ്മൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ അത് ഏകദേശം ഈ രീതിയിലായിരിക്കും. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹോമോ ഏതാണ്, Xi2 ആണ് നമ്മുടെ ഹോമോ. ഓക്കെ, അത് പോരാ, നമുക്ക് ആക്ച്വലി അറിയേണ്ടത് ബിക്കോസ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നത് ഒരേ സമയത്ത് ഈ എൻഡ് കാർബണുമായി ആണ് ഒരേ സമയത്ത് കമ്പൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ടത് ഈ ഹോമോയുടെ സിമെട്രി എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. സോ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ബോണ്ടിങ് എപ്പോഴും സിമെട്രിക് ആണെങ്കിൽ അടുത്തത് എന്തുമായിരിക്കും, ആൻറ്റി സിമെട്രിക് ആയിരിക്കും, പിന്നെ അടുത്തത് സിമെട്രിക് ആയിരിക്കും. സോ നമുക്ക് ഇപ്പം മനസ്സിലായി നമ്മുടെ ഹോമോ ഈസ് ആൻറ്റി സിമെട്രിക്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ എൻഡ് ലോബ്സ് വുഡ് ബി ഔട്ട് ഓഫ് ഫേസ്. സോ അതാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ എസ് ഓർബിറ്റൽ. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ഒരു ഫേസ് സൈനെ നമുക്ക് വരയ്ക്കാൻ ഒക്കത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് വരയ്ക്കാം, നമുക്ക് നെഗറ്റീവ് വരയ്ക്കാം. സോ ഇപ്പം ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് ഇവിടെ വരച്ചു. പോസിറ്റീവായി വരയ്ക്കുമ്പോൾ ഈ ഭാഗവുമായി അത് കറക്റ്റ്ലി ഇൻ ഫേസ് ആണ്. ഓക്കെ, ഈ പെർട്ടിക്കുലർ ലോബുമായി കറക്റ്റ്ലി ഇൻ ഫേസ് ആണ്. പക്ഷേ ആ ഒരേ സൈഡ് ഇപ്പം ഇതാണ് പൈ സിസ്റ്റം. പൈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ലോബുണ്ട്, പൈ സിസ്റ്റത്തിൻ്റെ താഴെ ലോബുണ്ട്. സോ ദർ ഈസ് ലോബ്സ് above the pi system and lobes below the pi system. Okay, so ഈ എസ് ഓർബിറ്റൽ ഒരു താഴത്തെ ഒരു ലോബുമായി ഇൻ ഫേസ് ആണ്, പക്ഷേ അതേസമയം താഴത്തെ മറ്റേ ലോബുമായി ഔട്ട് ഓഫ് ഫേസ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് ദി
ലോബ് ഓൺ ദി അപ്പർ സൈഡ് ഓഫ് ദ പൈ സിസ്റ്റം. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള ഒരു ഓവർലാപ്പ് ഞാൻ നിങ്ങൾക്ക് സൈക്ലോ എഡിഷനിൽ പറഞ്ഞു തരികയുണ്ടായി. സോ ദാറ്റ് ഈസ് എ ആൻട്രാഫേഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ട് ഫോർമേഷൻ. സോ ഇവിടെ നടക്കുന്ന ബോണ്ട് ഫോർമേഷൻ ഈ കാർബണുമായി ഒരേ സമയത്ത് നടക്കുന്ന ബോണ്ട് ഫോർമേഷൻ വുഡ് ബി ആൻട്രാഫേഷ്യൽ. ഓക്കെ, ആൻട്രാഫേഷ്യൽ. So here the bond formation under thermal condition, the antrafacial bond formation symmetry allowed ആണ്. പക്ഷേ നമുക്കറിയാം ഇതൊരു 4 membered transition state ആണ്, ഞാൻ ഇവിടെ വരച്ചതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ജോമെട്രി കൺസ്ട്രെയിൻസ് ആണ്. ജോമെട്രി പ്രകാരം ഇത് കുറച്ച് ലെസ് ഫേവറബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ബട്ട് ദ ജോമെട്രി ഈസ് ഫോർബിഡൻ. ഓക്കെ, so but geometry forbids this particular reaction. അങ്ങനെയാണ് നമ്മൾ, so it is geometry forbidden. ഈ റിയാക്ഷൻ എന്തുവാണ്? ജോമെട്രി ഫോർബിഡൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തെർമൽ കണ്ടീഷനിൽ ഈ റിയാക്ഷൻ നടക്കാത്തതിൻ്റെ മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിമെട്രി അലൗഡ് ആയിരിക്കുന്ന ബോണ്ട് ഫോർമേഷൻ എന്തുവാ? ആൻട്രാഫേഷ്യൽ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ 4 membered ട്രാൻസിഷൻ സ്റ്റേറ്റ്. അത് ജോമെട്രി ഫോർബിഡൻ ആണ്. സെയിം വേ നമ്മൾ സൈക്ലോ എഡിഷനിൽ ഡിസ്കസ് ചെയ്ത സെയിം റീസൺ ആണ് ഇവിടെയും വരുന്നത്. അതേസമയം നമ്മൾ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ എന്തോ പറ്റും? ഹോമോയുടെ ഈ ഇലക്ട്രോൺ വുഡ് ബി എക്സൈറ്റഡ് ടു ഷൈ3. ഓക്കെ, അന്നേരം നമ്മുടെ ഹോമോ എന്തോ ആയി മാറും? ഷൈ3 ആയി മാറും. അന്നേരം ഷൈ3 എന്തോ ആണ്? സിമെട്രിക് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ എൻഡ് ലോബ്സിനെ സിമെട്രിക് ആയിട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഹൈഡ്രജന്റെ എസ് ഓർബിറ്റൽ ഇവിടെ കാണിച്ചു. എന്നിട്ട് ഇത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരേ സൈഡിലുള്ള പൈ സിസ്റ്റത്തിന്റെ ഒരേ സൈഡിലുള്ള ലോബുമായി ഇറ്റ് ഈസ് ഇൻ ഫേസ്. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ബോണ്ട് ഫോർമേഷൻ ഈസ് സൂപ്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അതെന്തുവാണ്? സിമെട്രി അലൗഡും ആണ്, ബിക്കോസ് ഓൾ ആർ ഇൻ ഫേസ്. ഓക്കെ, സോ സിമെട്രി അലൗഡ് ആയിരിക്കുന്ന ബോണ്ട് ഫോർമേഷൻ ഏതാണ്? സൂപ്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ജോമെട്രി അലൗഡ് ഓൾസോ, ബിക്കോസ് സൂപ്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ എപ്പോഴും എന്തുവാണ്? ജോമെട്രി അലൗഡ് ആണ് ഫോർ സ്മോൾ മെമ്പേഴ്സ് ലൈക്ക് നമ്മുടെ അഥവാ റിംഗ് സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 membered ഓർ 5 membered ഓർ 6 membered റിംഗ്. ഇങ്ങനത്തെ റിംഗ് സിസ്റ്റത്തിന്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ സൂപ്രാഫേഷ്യൽ എപ്പോഴും അലൗഡ് ആണ്, പക്ഷെ ആൻട്രാഫേഷ്യൽ ഒരിക്കലും അലൗഡ് അല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ മാത്രമേ നടക്കുകയുള്ളൂ. തെർമൽ കണ്ടീഷനിൽ അത് നടക്കത്തില്ല. അതിൻ്റെ കാരണം തെർമൽ കണ്ടീഷനിൽ നമ്മുടെ ഹോമോ ഈസ് ആൻറ്റിസിമെട്രിക്. അതുകൊണ്ട് സിമെട്രി അലൗഡ് പാത്വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻട്രാഫേഷ്യൽ ആണ്. ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അത് ജോമെട്രി ഫോർബിഡൻ ആണ്, ബിക്കോസ് 4 membered ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇങ്ങനെ 2 സൈഡ് ഓഫ് ദ പൈ സിസ്റ്റവുമായി ഒരേ സമയത്ത് ബോണ്ട് ഫോർമേഷൻ ചെയ്യാൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇത് ജോമെട്രിയിൽ അലൗഡ് അല്ലാത്തത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ഈസ് ജോമെട്രി ഫോർബിഡൻ. ഓക്കെ, അതേ സമയത്ത് നമ്മൾ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ എന്തുവാണ് നോക്കുന്നത്? അത് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ സൂപ്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് therefore this particular reaction is allowed by the geometry of the transition state as well. Okay, so ഇങ്ങനെ നമുക്ക് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഈ പെർട്ടിക്കുലർ CH മൈഗ്രേഷൻ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ നടക്കുകയും തെർമൽ കണ്ടീഷനിൽ ഇത് നടക്കാതിരിക്കുന്നതിൻ്റെയും കാരണം. Okay, thank you for watching this video.